ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഡിഫൈങ് തോട്ട്സ് എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ സഹോദരങ്ങളെയും അറിയിക്കുകയും ചെയ്യുന്നു. കഷ്ടാനുഭവ ആഴ്ച അഥവാ പീഠാനുഭവ വാരം എന്ന് ക്രൈസ്തവ ലോകം വിശേഷിപ്പിക്കുന്ന ഒരു ആഴ്ചയുടെ ദിവസങ്ങളിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ 4 സുവിശേഷ പുസ്തകങ്ങളിലും അതിൻ്റെ അവസാന അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ള ചില സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആചരണങ്ങളാണ് ക്രൈസ്തവ ലോകം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആഴ്ചവട്ടക്കാലത്തെ പാഷൻ വീക്ക് എന്ന് പ്രത്യേകം വിശേഷിപ്പിക്കുന്നു. ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായി സഖരിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം നിവർത്തിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഒരു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യെരുശലേമിലേക്ക് പ്രവേശിച്ചു. അവിടെ യേശു ക്രിസ്തുവിന് ലഭിച്ച ഒരു രാജകീയ സ്വീകരണത്തോടെയാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം. ആ പ്രവേശനം കണ്ടുനിന്ന യഹൂദന്മാരിൽ ചിലർ തങ്ങളുടെ വസ്ത്രം വഴിയരികിൽ വിരിച്ച് വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുവെട്ടി വഴിയിൽ വിതറി, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തു വിളിച്ചു. ഇസ്രായേലിന്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഈ സംഭവം ആണ് ഹോശന്ന ഞായറാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത വ്യാഴാഴ്ച രാത്രി യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ചു. അതേ തുടർന്ന് യേശുവും ശിഷ്യന്മാരും ഗത്സമന തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ആ ഗത്സമന തോട്ടത്തിലാണ് തനിക്ക് പടയാളികളാൽ പിടിക്കപ്പെടേണ്ടി വന്നത്. കഷ്ടാനുഭവ ആഴ്ചയുടെ ചില പ്രധാന സംഭവങ്ങൾ നടന്നത് ആ വ്യാഴാഴ്ച രാത്രി ഗത്സമന തോട്ടത്തിലാണ്. അവിടെ വെച്ചാണ് കർത്താവ് പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന്. തന്നെ തന്നെ പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി ഭരമേൽപ്പിച്ചു കൊടുത്ത ഒരു രാത്രി കൂടിയാണ് ആ പെസഹ വ്യാഴാഴ്ചയുടെ രാത്രി നടന്ന സംഭവങ്ങളിലൂടെ നാം കാണുന്നത്. അതേ തുടർന്ന് വെള്ളിയാഴ്ച വെളുപ്പിന് റോമൻ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ മുൻപാകെ വിസ്താരത്തിനായിട്ട് ഏൽപ്പിച്ചു. അവനെ ക്രൂശിക്ക എന്ന് യഹൂദജനം ആർത്തു വിളിക്കുന്നത് ആ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ്. അന്ന് വൈകുന്നേരത്തോടെ യേശുവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിക്കുകയും ആ ക്രൂശീകരണം നടക്കുകയും ചെയ്തു. ഈ ക്രൂശീകരണം നടന്ന ദിവസത്തെയാണ് ഗുഡ് ഫ്രൈഡേ അഥവാ ദുഃഖവെള്ളി എന്ന പേരിൽ ഇന്ന് ക്രൈസ്തവ ലോകം ആചരിക്കുന്നത്. തലയോടിടം എന്നർത്ഥം വരുന്ന ഗൊൽഗോഥ മലയിലാണ് യേശുവിനെ ക്രൂശിച്ചത്. ആ മലയ്ക്ക് കാൽവറി മല എന്നും നാം പറയാറുണ്ട്. കാൽവറി എന്നുള്ളത് ഗൊൽഗോഥ എന്നുള്ളതിൻ്റെ ലാറ്റിൻ ഭാഷയിലുള്ള പദപ്രയോഗമാണ്. കാൽവറിയിലെ മരണശേഷം അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറയിൽ യേശുവിനെ അടക്കി. എന്നാൽ ആ കല്ലറയിൽ നിന്ന് അതിൻ്റെ അടുത്ത ഞായറാഴ്ച 3-ാം ദിവസം രാവിലെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹോശന്ന മുതൽ ഈ ഉയർപ്പിൻ്റെ ദിവസം വരെയുള്ള ഒരു ആഴ്ചവട്ടക്കാലം, ഹോശന്ന മുതൽ ഈസ്റ്റർ വരെ എന്ന് നമുക്ക് ഈ ആഴ്ചക്കാലത്തെ വിശേഷിപ്പിക്കുന്നതിലും തെറ്റില്ല. യേശു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ പാരമ്യമാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരുന്ന സകല പ്രവചനങ്ങളും അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയത് അത് സംഭവിക്കുന്നതിന് കാലങ്ങൾക്ക് മുമ്പാണ്. ആ തിരുവെഴുത്തിൻ്റെ നിവൃത്തി പോലെ തന്നെയാണ് ക്രൂശുമരണം സംഭവിച്ചത്. ആ പ്രവചനങ്ങളുടെ നിവൃത്തി പോലെ തന്നെയാണ് അടക്കപ്പെടൽ സംഭവിച്ചത്. ആ പ്രവചനങ്ങളുടെ നിവൃത്തി പോലെ തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത്. ആ മരണത്തിലൂടെ ക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചുകൊണ്ട് പാപമോചനം മനുഷ്യവർഗത്തിന് ഒരുക്കുകയുണ്ടായി. എന്താണ് ക്രൂശിൽ ക്രിസ്തു സാധിപ്പിച്ചത്? തൻ്റെ മരണത്തിലൂടെ എന്താണ് സാധിച്ചത്? ഇന്ന് ക്രൈസ്തവ ലോകം ഇത് ആചരിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ നടന്ന
20 നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ ആ ചരിത്ര സംഭവത്തിലൂടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്രിസ്തുവുമായി ഒരു അനുഭവ ബന്ധത്തിലേക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ കേവലം ആചരണം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. മറിച്ച് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ പൊരുളായ യാഥാർത്ഥ്യത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും യേശുക്രിസ്തുവിനായി ജീവിതത്തെ സമർപ്പിക്കുവാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ക്രൂശിൽ സാധിപ്പിച്ചത് എന്നുള്ളത് ബൈബിളിൽ അനേക വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ ഒരു ഭാഗമാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. വായിച്ചു കേൾപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ സാധിപ്പിച്ച 3 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. 1, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. 2, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 3, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അതിൽ ഒന്നാമത്തേത് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. എന്താണ് ക്രൂശുമരണത്തിലൂടെ സാധിച്ചത്? നമ്മെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നാം പാപികളായിരുന്നു എന്നുള്ളതാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്നും എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി സകല മനുഷ്യരും പാപികളായി തീർന്നു. ആ പാപികളായ മനുഷ്യവർഗത്തെ അവരുടെ പാപം ക്ഷമിച്ച് പാപമോചനം നൽകി പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഏക രക്ഷാ മാർഗമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. ആ മരണത്തിലൂടെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ തൻ്റെ മേൽ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറുകയും അവിടെ ആ പാപത്തിന് പരിഹാരം വരുത്തുകയും ചെയ്തു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന്. നമ്മുടെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഒരു പ്രായശ്ചിത്ത മരണം അനുഭവിക്കുകയായിരുന്നു കാൽവറിയിലെ ക്രൂശിൽ. അതിലൂടെ സകല മനുഷ്യവർഗത്തിനും പാപത്തിന്റെ മോചനം സാധ്യമാണ് എന്നുള്ളത് പ്രഖ്യാപിക്കുകയുണ്ടായി. 2-ാമത്തേത് നാം ഇവിടെ വായിക്കുന്നത് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ചു എന്നാണ്. അത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി എന്ന് തന്നെ പറയുന്നുണ്ട്. ന്യായപ്രമാണം നമുക്ക് വിരോധമായിരുന്നു, ന്യായപ്രമാണം നമുക്ക് പ്രതികൂലമായിരുന്നു, ന്യായപ്രമാണം നമുക്ക് ശത്രുത്വമായിരുന്നു. എന്തുകൊണ്ട്? ന്യായപ്രമാണം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ മാർഗമാണ്. പ്രവൃത്തിയിലൂടെ രക്ഷ പ്രാപിക്കാം എന്ന് പഠിപ്പിക്കുന്ന മാർഗമാണ്. ന്യായപ്രമാണം യഹൂദനെ സംബന്ധിച്ച് ദൈവം നൽകിയതാണ് എങ്കിൽ പോലും ആ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ മുഴുവൻ അതുപോലെ അനുസരിക്കുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധിച്ചിരുന്നില്ല, സാധിക്കുകയുമില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പരമ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു വിധത്തിലും മനുഷ്യന്റെ രക്ഷയ്ക്ക് മതിയായത് ആയിരുന്നില്ല. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് തന്നെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമുക്ക് വിരോധമാണ്, അത് നമുക്ക് പ്രതികൂലമാണ്, അത് നമ്മുടെ ശത്രുത്വമാണ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? ക്രൂശിൽ ഈ ന്യായപ്രമാണത്തെയും തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിൽ തറച്ചു എന്നാണ് വായിക്കുന്നത്. തൻ്റെ ജഡത്താൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം നീക്കി. നാം അത് വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹി ടുക്ക് ദ ലോ ടു ദ ക്രോസ് ആൻഡ് നെയിൽഡ് ഇറ്റ് ദേർ. ആ ന്യായപ്രമാണത്തെയും ക്രൂശിൽ തറച്ച് അത് നമ്മിൽ നിന്ന് നീക്കി, നമ്മുടെ നടുവിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ കൈയെഴുത്ത് മായിച്ചു എന്ന് പറയുന്നത് അത് ക്യാൻസൽ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് വിരോധമായിരുന്ന പ്രവൃത്തിയുടെ മാർഗത്തെ ക്രൂശിൽ തറച്ച് ഇല്ലാതാക്കി. പിന്നെ എന്താണ് ക്രിസ്തു ചെയ്തത്? മനുഷ്യരുടെ രക്ഷയ്ക്ക് ഒരു പുതിയ മാർഗം ക്രൂശിലെ മരണത്തിലൂടെ തുറന്നു തരികയായിരുന്നു.
ഏതാണ് ആ മാർഗം? അതാണ് കൃപയുടെ മാർഗം എന്ന് പറയുന്നത്. പ്രവൃത്തിയാൽ മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ കഴിയാതെ വന്നപ്പോൾ കൃപയാൽ രക്ഷ പ്രാപിക്കുന്നതിന് ദൈവം ഒരു പുതിയ മാർഗം തൻ്റെ ക്രൂശുമരണത്തിലൂടെ സാധിപ്പിച്ചു തന്നു. ഇന്ന് ഏതൊരു മനുഷ്യനും സ്വർഗത്തിൽ പോകാൻ വഴിയുണ്ട്. ഏതൊരു മനുഷ്യനും പാപമോചനം സാധ്യമാണ്. എങ്ങനെയാണത് സാധിക്കുന്നത്? തങ്ങളുടെ പ്രവൃത്തികളിലൂടെയല്ല, തങ്ങളുടെ എന്തെങ്കിലും അധ്വാനങ്ങൾ കൊണ്ട്, മേന്മ കൊണ്ട് സാധിച്ചെടുക്കുന്നതല്ല. പിന്നെയോ യേശുക്രിസ്തു തൻ്റെ കൃപ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയപ്പോൾ, അതിൻ്റെ പാരമ്യം കാൽവറിയിലെ ക്രൂശിൽ പ്രദർശിപ്പിച്ചപ്പോൾ, ആ മരണത്തിലൂടെ നമുക്കിന്ന് രക്ഷയും പാപമോചനവും സാധ്യമാണ്. കൃപയുടെ പ്രമാണം നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ ആ ക്രൂശ് മരണത്താൽ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, മൂന്നാമത് നാം അവിടെ വായിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്നാണ്. ഈ വാഴ്ചകളും അധികാരങ്ങളും സൃഷ്ടിച്ചത് ക്രിസ്തുവാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും തല ക്രിസ്തുവാണെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന്. വാഴ്ചകളും അധികാരങ്ങളും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങളെയാണ്. പ്രത്യേകിച്ച് നാം പിശാചിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു എന്ന്. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്ന്. ഇതൊക്കെ ഈ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും പ്രതീകങ്ങളാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പിന്നിലും ഈ വാഴ്ചകളും അധികാരങ്ങളും പ്രവർത്തിച്ചു. അന്നത്തെ അധികാര കേന്ദ്രങ്ങളായിരുന്ന 2 ശക്തികളാണ് അവിടെ പ്രവർത്തിച്ചത്. ഒന്ന് മതമേഖലയിൽ നിന്നാണെങ്കിൽ ഒന്ന് രാഷ്ട്രീയ മേഖലയിൽ നിന്നാണ്. റോമൻ ഗവൺമെന്റും യഹൂദ മതവും. എന്നാൽ ഈ ക്രൂശീകരണത്തിന്റെ പിന്നിൽ അവർ പ്രവർത്തിച്ചു എങ്കിലും, ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എങ്കിലും, ആ മരണത്തിലൂടെ ക്രിസ്തു എന്താണ് സാധിച്ചത്? ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുകയായിരുന്നു. അർത്ഥാൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവിടെ പരാജയപ്പെടുത്തി മരണത്തിന് ഒരു നീക്കുപോക്ക് വരുത്തി. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ സകല മനുഷ്യവർഗത്തിനും രക്ഷാമാർഗം ഒരുക്കപ്പെടുകയായിരുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന് മാത്രമല്ല, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മരണം കൊണ്ട് അവസാനിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അരിമത്തിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കി അവിടം കൊണ്ട് അവസാനിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു. സകല ബന്ധനങ്ങളും അവിടെ വെച്ചു. റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിച്ചു. പടയാളികളെ കാവൽ നിർത്തി. എന്നാൽ അടുത്ത 3-ാം നാൾ രാവിലെ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, ഉയിർപ്പിൻ ദിനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ദിവസം, സകല ബന്ധനങ്ങളെയും തകർത്തുകൊണ്ട് യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, മരണത്തിന്റെ മേൽ വിജയം വരിച്ചു എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും പരാജയപ്പെടുത്തിയ ഒരു മരണമായിരുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, ഒരു പ്രായശ്ചിത്ത മരണം എനിക്കും നിങ്ങൾക്കും പകരമായി അനുഭവിച്ചതാണ് കാൽവറിയിലെ ക്രൂശിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ മരണം കൊണ്ട് അവസാനിക്കാതെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൻ ജയാളിയായി ജീവിക്കുമ്പോൾ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും ജയമുണ്ട് എന്നുള്ളതാണ്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിജയം പ്രാപിച്ചവരാണ് നാം. അതുകൊണ്ട് പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ജയമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അത് ക്രിസ്തു ക്രൂശിലെ മരണത്തിലൂടെ സാധിപ്പിച്ച് പുതിയൊരു പ്രമാണം, കൃപയുടെ മാർഗം തുറന്നു തന്നപ്പോൾ ദൈവകൃപയുടെ അനുഭവത്തിലൂടെ നമുക്കും ഈ ജയജീവിതം സാധ്യമാണ് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾക്ക് നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് ക്രിസ്തുവിൽ നാം ഇന്ന് സ്വതന്ത്രരാണ്. ക്രിസ്തുവിൽ നാം ഇന്ന് ജയാളികളാണ്. ക്രിസ്തുവിൽ നാം ഇന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. ഈ ഒരു ആഴ്ചവട്ടക്കാലം, ഹോശന്ന മുതൽ ഈസ്റ്റർ വരെയുള്ള ഈ കഷ്ടാനുഭവ ആഴ്ചയുടെ ഇടയിൽ നടന്നതായ ചരിത്ര സംഭവങ്ങൾ, അത് സകല മനുഷ്യവർഗത്തിനു വേണ്ടി നടന്ന ചില ചരിത്ര സംഭവങ്ങളാണ്. യേശുക്രിസ്തു അനുഭവിച്ച സകല കഷ്ടതകളിലൂടെ, അതിൻ്റെ പാരമ്യമായ ക്രൂശിലെ മരണത്തിലൂടെ, മരിച്ചടക്കപ്പെട്ടിടത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റതിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്നും ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മതം ഏതുമാകട്ടെ, ജാതി ഏതുമാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ,
നമ്മുടെ രക്ഷയ്ക്കും പാപമോചനത്തിനുമായി ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെയാണ്. ഏതൊരു വ്യക്തി ആ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു, ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി അംഗീകരിക്കുന്നു, അവർക്ക് രക്ഷയുണ്ട്, പാപമോചനമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ വലിയ ഭാഗ്യം നമുക്ക് ലഭിപ്പാൻ ആ ചരിത്ര സംഭവങ്ങൾ ഒരു മുഖാന്തരമായി തീർന്നതോർത്ത് സന്തോഷിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, കർത്താവിനായി നമുക്ക് ജീവിക്കാം, കർത്താവിനായി നമുക്ക് അധ്വാനിക്കാം. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാണുന്നു ക്രൂശത നിന്ന പീഠത്തൻ പ്രതി